ആരാ? നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ തേടി വന്നതാ. സുഹൃത്തോ? ഇവിടെ ആരാ സുഹൃത്ത്? ഇടിമിമലക്കൊന്നില്ല. ഇടിമ്പിമലക്കുന്നോ? അത് കുറച്ച് ദൂരെയാ. ഈ രാത്രിയിൽ അങ്ങോട്ട് പോകാനും സാധിക്കില്ല. എനിക്ക് വഴി തെറ്റി. പിന്നൊരു കാര്യം, ഈ സ്ഥലം അത്ര പന്തിയല്ല. ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അതെന്താ? ആരാ നിങ്ങൾ? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഈ ആ സമയത്ത് ഇവിടെ വന്ന നിങ്ങൾ ആരാണ്? എൻ്റെ പേര് യതീന്ദ്രൻ. ഞാൻ എഴുത്തുകാരനാ. വഴിതെറ്റി വന്നതാ. രാത്രി സഞ്ചരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഇന്നൊരു രാത്രി തങ്ങാനുള്ള സ്ഥലം ഞാൻ തരാം. എൻ്റെ കൂടെ വരൂ. ഇതിലോ? പേടിക്കാതെ കേറ് സാറേ. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തോണിയിലേ പോകാൻ പറ്റൂ. ആശാനെ, എന്താ ഈ നാടിന്റെ പ്രശ്നം? ഞാൻ ഓർത്തു ഇത്രയും നേരമായിട്ട് ഈ ചോദ്യം എന്താ ചോദിക്കാത്തതെന്ന്. എന്താ ഇവിടുത്തെ കുഴപ്പം? രാത്രിയായാൽ ഇതിലെങ്ങും ഒരാളും നടക്കാറില്ല. അപ്പൊ ആശാനോ? ഞാൻ ഒറ്റത്തടിയായ ഒരു മനുഷ്യൻ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമി മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനെയും ഭയക്കാറുമില്ല. ആശ കാര്യം പറഞ്ഞില്ല. പണ്ട് ഈ നാട്ടിൽ ഒരു ഇല്ലുണ്ടായിരുന്നു, ഇളയടത്തില്ല. അവിടുത്തെ തമ്പുരാനായിരുന്നു മിത്രൻ തമ്പുരാൻ. നാട്ടുകാർക്കെല്ലാം ഭയമായിരുന്നു അദ്ദേഹത്തെ. തമ്പുരാനും ഭാര്യ സാവിത്രി അന്തർജനവുമായിരുന്നു അവിടെ താമസം. തമ്പുരാനൊരു മകളുണ്ടായിരുന്നു. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലൊരു തമ്പുരാട്ടിക്കുട്ടി, ശ്രീദേവി തമ്പുരാട്ടി. തമ്പാട്ടി, ഈയിടെ തമ്പാട്ടിയുടെ ഇടങ്കണ്ണിന്റെ തിളക്കം ഞങ്ങൾ കാണുന്നുണ്ട്, അല്ലേടി? എന്താ പൊങ്കി പറയണേ? പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയുന്നില്ലെന്നാ വിചാരം. അതെ അതെ, ഞാനും കാണുന്നുണ്ട്. എന്ത്? ആ നീലന്റെ മകൻ കർമ്മനെ കാണുമ്പോ തമ്പാട്ടിയുടെ നോട്ടവും അവന്റെ നോട്ടവും, അല്ലേടി? അതെ അതെ, തീക്കളിയാ. തമ്പുരാനെങ്ങാനും അറിഞ്ഞാൽ. ഓ, ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഒരു തീക്കളി ഇല്ല, ഒക്കെ നിങ്ങളുടെ തോന്നലാ. അല്ല തമ്പുരാൻ, ഇങ്ങോട്ടാടെ വരുന്നുണ്ടല്ലോ. വരട്ടെ. അല്ല, ഇതാര്? ചിന്നപ്പനോ? എന്താ വന്നേ? പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയാതെ വയ്യ. അടിയൻ ഇവിടുത്തെ ഉപ്പും ചോറും ഒരുപാട് കഴിച്ചിട്ടുള്ളതാ, അതുകൊണ്ട് പറയുക. മുഖവുര വേണ്ട, എന്താച്ചാ ഇങ്ങോട്ട് പറയുക. എന്നാ താൻ ചെല്ല. കുഞ്ഞാത്തോളെ, എന്തോ? എന്നെ വിളിച്ചോ? എവിടെ നിന്റെ എണ്ണം കേട്ട മോള്? എന്താ എന്താ അച്ഛാ? നോം, ഈ കേട്ട ശരിയാണോ? അച്ഛൻ എന്താ കേട്ടത്? നിന്നെയും ആ നീലന്റെ മകൻ കറുമ്പനെയും ചേർത്ത് നാട്ടിലെ ആളുകൾ എന്തൊക്കെയോ പറയണോ? ഇതിൽ എന്തൊക്കെ സത്യമുണ്ടോ? ഇല്ല അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിക്കണം. ഞാനത് വിശ്വസിക്കുന്നു. ഇതിലെന്തൊക്കെ സത്യമുണ്ടെന്ന് അറിയാലോ ശ്രീദേവിക്കല്ലേ?
അകത്തേക്ക് പോവാ. എന്താ എന്തൊക്കെയായി പറയണേ? ഇനി ശ്രീദേവി ഒറ്റക്കൊന്നും പുറത്തേക്ക് വിടണ്ട. കറുമ്പനെ പേടിയുണ്ടോ? എന്തിനാ? എൻ്റെ തമ്പ്രാട്ടിക്കുട്ടി കൂടെ ഉള്ളപ്പോൾ എന്തും നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. അച്ഛനെന്തോ ഒരു സംശയമുണ്ടെന്നാ തോന്നണേ. ആരോ നമ്മുടെ അടുപ്പം അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണേ. എന്താ തമ്പുരാട്ടി വരാത്തെ? ആരെങ്കിലും കണ്ടാൽ? ആ തമ്പുരാനെങ്ങാനും അറിഞ്ഞാൽ? ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. തമ്പ്രാൻ അത് കണ്ടോ? തമ്പ്രാൻ എന്താ അത് കണ്ടിട്ട് മിണ്ടാതെ പോണത്? വഴിയുണ്ട് കേളുനായരെ. അവന്റെ ഒരു ചങ്ങാതിയില്ലേ, ചെമ്മൻ, അവനെ കൂട്ടിക്കൊണ്ടുവരണം. ശരി തമ്പ്രാൻ. ബാക്കി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. തമ്പ്രാൻ എന്നെ കാണണോന്ന് പറഞ്ഞു. എന്തിനാണാവോ? നിന്നെ കൊണ്ട് അവന് കാര്യമുണ്ട്. എന്താ തമ്പുരാനെ? നിന്റെ ചങ്ങാതിയില്ലേ കറുമ്പൻ, അവന് തമ്പ്രാട്ടി കുട്ടി തന്നെ വേണമെന്ന്. ഇത്രക്ക് ധൈര്യമോ അധികാരിക്ക്? നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല തമ്പുരാനെ. ആ ചള്ളു ചക്കൻ കറുമ്പൻ, അവന് ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവരണം. അയ്യോ തമ്പ്ര. ഇല്ലാച്ച നിന്നെയും കൊല്ലും, നിന്റെ കുടിൽ തീ വെക്കുന്നോ, മനസ്സിലായോ? തമ്പ്രാൻ പറയുന്ന പോലെ ചെയ്യാം. പോയിക്കോ. കറുമ്പ, എന്ത് പറ്റിയടാ? എൻ്റെ തമ്പ്രാട്ടിക്കുട്ടിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് തിന്നാനും കുടിക്കാനും പറ്റണില്ല. നീ എന്തൊക്കെയാ ഈ പറയണേ? ഹോ, ആ തമ്പ്രാനെങ്ങാനും അറിഞ്ഞാൽ? അറിയട്ടെ, ആര് വേണേലും അറിയട്ടെ, എനിക്ക് എൻ്റെ തമ്പ്രാട്ടിക്കുട്ടിയെ വേണം. കറുമ്പ, എന്നാ ചെമ്മ? തമ്പ്രാനെല്ലാം അറിഞ്ഞു. തമ്പ്രാട്ടി നിന്നെ നോക്കി കടവത്ത് കാത്തു നിൽപ്പുണ്ട്. നീ വേഗം ചെല്ല്. എൻ്റെ തമ്പ്രാട്ടി നിനക്ക് എന്റെ മോളെ വേണം അല്ലടാ? തച്ചു കൊല്ല. തമ്പാട്ടി 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 തമ്പ്രാട്ടി തമ്പാട്ടി ഒന്ന് ഓടി വാ. എന്താ കുങ്കി? വെല്ലുമ്പ്രാനെല്ലാം അറിഞ്ഞിരിക്കുന്നു. വെല്ലുമ്പ്രാനും കുറെ ആളുകളും ചേർന്ന് നമ്മുടെ കറുമ്പനെ തല്ലിക്കൊല്ലുന്നു. എന്റെ കറുമ്പനെ അവർ തല്ലിക്കൊല്ലുന്നു. മോളെ നീ പോവരുത്. എനിക്ക് പോണം അമ്മേ. എന്റെ കറുമ്പനില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. കറുമ്പന്റെ ജീവൻ എന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ട്. കറുമ്പ 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 നമ്മള് തോറ്റുപോയി തമ്പ്രാട്ടി. എന്റെ കറുമ്പ എന്റെ കറുമ്പ എന്റെ കറുമ്പ. കറുമ്പനെ കൊന്ന വിഷമം താങ്ങാനാകാതെ ആ പാവം തമ്പുരാട്ടിക്കുട്ടി ഈ പുഴയെ ചാടി മരിച്ചു. അപ്പൊ ആ തമ്പ്രാനും കുടുംബവും അധികം വൈകാതെ തന്നെ തമ്പുരാനും തമ്പുരാട്ടിയും ദുർമരണപ്പെട്ടു. തമ്പുരാട്ടിക്കുട്ടിയുടെ ആത്മാവ് തീരാത്ത പകയുമായി ഇവിടെ എല്ലാം അലഞ്ഞു നടക്കുന്നുണ്ട്, പ്രതികാരദാഹത്തോടെ. ആ ഇല്ലത്ത് പിന്നീട് ആരും താമസിച്ചിട്ടില്ല. അങ്ങോട്ട് പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടുമില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇല്ലത്ത് നിന്നും ആരുടെയൊക്കെ നിലവിളികളും മണിയുടെ ശബ്ദവും ആർത്തനാദങ്ങളും കേൾക്കാറുണ്ടെന്ന് പറയണു. കേട്ടു തന്നെ പേടിയാവുന്നു. ആശാനെ, ആശാൻ പറഞ്ഞ തറവാട് ഇതാണോ?